നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ പൂരം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങക്കൂറാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് 12 വ്യാഴം സഞ്ചരിക്കുന്ന സമയമായത് കാരണം ഒത്തിരി ദൈവാധീനക്കുറവുണ്ട്. 11 നിന്നിരുന്ന വ്യാഴമാണ് 12 മറിഞ്ഞത്. അതേപോലെ തന്നെ ലഗ്നാൽ ധനാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന ബുധൻ സഹായ സ്ഥാനാധിപത്യം വഹിച്ച് ലഗ്നത്തിൽ തന്നെ ലഗ്നത്തിൻ്റെ 12ാം ഭാവത്തിലാണ്. ലഗ്നാധിപതിയോട് ചേർന്നാണ് 12ാം ഭാവത്തിരിക്കുന്ന 12 വ്യാഴവും നിൽക്കുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തോട് ചേർന്ന് ലഗ്നാധിപതി നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രകാരത്തിൽ ദൈവാധീനമുണ്ട്. എന്നാൽ പോലും ചാരവശാൽ 12ാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥയാണ്. അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കണം. ഒരു തലവേദന, എടുത്തിയാട്ടം, പെട്ടെന്ന് ദേഷ്യം വരും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമാണ്. ലഗ്നാധിപതിയുടെ 12 ചൊവ്വയും ലഗ്നത്തിൻ്റെ 12 അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ വ്യാഴത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്നതാണ് ചിലവ് കുറച്ച് ജാസ്തി വരികയും വരുമാനത്തിൽ വർധനവ് ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ വരുമാനത്തിൽ കുറവുണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായ നല്ല പ്രതിസന്ധി ഉണ്ടാകും. മാത്രമല്ല ലഗ്നത്തിൽ നിൽക്കുന്നത് ഘണ്ണകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേദന പോലെയുള്ള വിഷയങ്ങളുണ്ടാകുക, പരാജയ ഭീതി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് യോഗമുള്ളൊരു മാസമാണ്. അഷ്ടമത്തിലാണ് ശനി. അഷ്ടമത്തിൽ ശനി നിന്നിട്ടുണ്ട് ആയുർക്കാരകനായതുകൊണ്ട് ആയുസ്സിൻ്റെ കാര്യത്തിൽ ദീർഘായുസ്സിനെ കൊടുക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് രോഗാവസ്ഥ കാര്യങ്ങളുണ്ടാകുക. അപ്പോൾ ഒരു രോഗം മാറി ഒന്ന് സ്വസ്ഥമാകുമ്പോഴത്തെ അടുത്ത രോഗം വരിക, അല്ലെ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ടെൻഷനുണ്ട്, ടെൻഷൻ ഒന്ന് മാറി ഒന്ന് സ്വസ്ഥമാകുമ്പോഴത്തെ അടുത്ത ടെൻഷനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. മാത്രമല്ല എന്തിനിറങ്ങിയാലും എങ്ങനെയാലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അഭിവൃദ്ധിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ എന്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സം ഉണ്ടാകുക എന്ന് പറയുന്നൊരവസ്ഥയാണ്. പ്രത്യേകിച്ചും കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം 4ാം ഭാവാധിപതി സർവാഭിഷ്ടസ്ഥാനത്താണെങ്കിലും ബാധകാധിപതിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ധർമ്മദൈവത്തിൻ്റേതായിരിക്കുന്ന അനുകൂലാവസ്ഥ ഉണ്ടാകാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് വരിക, ദാമ്പത്യ കുറവുണ്ടാകുക, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അകന്നു പോകാനിട വരിക. അപ്പോൾ മാനസികമായിട്ടൊരു അകൽച്ച നിലവിലുള്ളവർക്ക് ഈ സമയത്ത് കുറച്ചും കൂടി അത് വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതേപോലെ വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അതിനും ഈ പറഞ്ഞ രീതിയിൽ കാലതാമസം വരാനുള്ളൊരു യോഗമാണ് കാണുന്നത്. മാത്രമല്ല കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നീചാവസ്ഥയാണ്. ശൂന്യബലവാനായിട്ടാണ് രക്ഷാസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നത്. കർമാധിപതിയാണ്. അപ്പോൾ കർമാധിപതി കന്യരാശി നിൽക്കുന്ന കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദേശത്ത് പോകാനും അവിടെ ജോലി എടുക്കാനൊക്കെയുള്ള യോഗമാണുള്ളത്. എന്തായാലും ശനിദോഷ പരിഹാരം ചെയ്യണം, അതേപോലെ നാഗപൂജ ചെയ്യണം, വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടും ഗണപതി ഹോമം മുതലായ വഴിപാടുകളൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള പ്രാർത്ഥനയുണ്ടായാൽ വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസം മുന്നോട്ട് പോകാനായിട്ട് പൂരം നക്ഷത്രക്കാർക്ക് സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.